അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കടം ചോദിക്കുകയാണോ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ, ആരാണ് അള്ളാഹുവിന് കടം നൽകുന്നത്? ഈ ആയത്തിറങ്ങിയപ്പോൾ സദസ്സിലുണ്ടായിരുന്ന അബൂദ്ദഹ്ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹു സർവ ഐശ്വര്യവാനാണ്, ആ അള്ളാഹു നമ്മളോട് കടം ചോദിക്കുകയാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, അത് കാരണം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുകയാണ്. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഞാൻ അത് നൽകിയാൽ എനിക്കും എൻ്റെ കുട്ടിക്കും നിങ്ങൾ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെ എന്ന് പറഞ്ഞു. സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദ്ദഹ്ദാ തങ്ങൾ പറയാണ്, നിങ്ങളുടെ കൈ ഒന്ന് എനിക്ക് നൽകുക. അങ്ങനെ നബി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അബൂദ്ദഹ്ദാ പറയുകയാണ്, നബിയെ, താഴ്ഭാഗത്തായി മേൽഭാഗത്തായി അങ്ങനെ 2 ഇടങ്ങളിലായി എനിക്ക് 2 തോട്ടമുണ്ട്. അതല്ലാതെ വേറെ തോട്ടവുമില്ല. രണ്ടും അള്ളാഹുവിന് കടം നൽകാൻ ഞാൻ തയ്യാറാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൽ ഒന്ന് നീ എടുക്കുകയും ഒന്ന് നിൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദ്ദഹ്ദാ പറയുകയാണ്, അതിൽ ഏറ്റവും ഖൈറായത് അത് അള്ളാഹുവിന് കടമായി നൽകുന്നു, മറ്റേത് ഞാൻ എൻ്റെ കുടുംബത്തിന് മാറ്റിവെക്കുകയാണ് എന്ന് അബൂദ്ദഹ്ദാ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുന്നു, ഇദൻ യജ്സീക ബിഹില്ലാഹു ജന്ന, ഇദൻ യജ്സീക അല്ലാഹു ബിഹിൽ ജന്ന, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും. നബി തങ്ങൾ നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഈ വിഷയവുമായി വളരെ സന്തോഷത്തോടുകൂടെ നബി തങ്ങൾ സ്വർഗം ഉറപ്പു നൽകിയത് കാരണമായി അബൂദ്ദഹ്ദാ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയും കുട്ടിയും തോട്ടത്തിലാണ്. അബൂദ്ദഹ്ദാ അവിടുന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾ തോട്ടത്തിൽ നിന്ന് മാറി നിൽക്കൂ, ആ തോട്ടം ഞാൻ അള്ളാഹുവിന് വേണ്ടി കടം നൽകിയിരിക്കുകയാണ്. അന്നേരം സംഭവം വിശദീകരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, റബിഹ ബൈഉക, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ഇടപാട് അത് വലിയ ലാഭമുള്ളതായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പേരിൽ സാധുക്കൾക്ക് വേണ്ടി നൽകുന്ന സംഭാവനകൾ, സ്വതക്കകൾ, അതൊക്കെ അള്ളാഹുവിന് കടം നൽകുന്നത് പോലെയാണ്. അതായത് തിരിച്ചു നൽകും എന്നുള്ള ഒരു ഗ്യാരണ്ടി അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് നൽകിയ റബ്ബ് നമ്മുടെ കൂട്ടത്തിൽ സാധുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായും മറ്റും നാം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കടം വാങ്ങിയവൻ്റെ കടം പോലെ കടം കണക്കെ അത് കണക്കാക്കി വെക്കുകയും ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ 10 മടങ്ങ് നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. നമ്മൾക്കുള്ള സമ്പത്തിൽ നിന്ന് ഒരൽപ്പമെങ്കിലും മറ്റാരും അറിയാതെ രീതിയിൽ നമ്മുടെ കുടുംബത്തിന്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക് സംഭാവന നൽകാൻ, സ്വതക്ക ചെയ്യാൻ നാം കണ്ടെത്തുകയും ഇത്തരം പ്രതിഫലങ്ങൾ, രഹസ്യമായ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂദ്ദഹ്ദാ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.